ഹായ് എവ്രി വൺ, MMO പ്രൈവറ്റ് ഐ.ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന ടോപ്പിക്കുമായിട്ടാണ്. NCVTയുടെ അണ്ടറിലുള്ള സെക്കൻഡ് ഇയർ ഇലക്ട്രീഷ്യൻ ട്രെയിനികൾക്ക് പഠിക്കാനുള്ള ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പാഠഭാഗങ്ങളും അതിനൊപ്പം തന്നെ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് എസ്റ്റിമേഷൻ? ഒരു പെർട്ടിക്കുലർ ജോബിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നും എത്ര ക്വാണ്ടിറ്റീസ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയും അതിൻ്റെ ചിലവ് എത്ര വരുമെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ. സിംപ്ലി ഒരു റഫ് കാൽക്കുലേഷനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതായത് എസ്റ്റിമേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ വേരിയസ് ക്വാണ്ടിറ്റീസ് ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ടു ബി ഇൻക്വയർഡ് ഓൺ എ പെർട്ടിക്കുലർ ജോബ് ഓർ പ്രോസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് ഒരു ജോബ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കറക്റ്റായിട്ട് തന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റിംഗ് ചെയ്ത് വെച്ച ആ ഒരു വാല്യൂ എക്സ്പെൻസ് തന്നെ ആവണമെന്നില്ല നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷെ നമുക്ക് മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യാനും അതിന് ഷോർട്ടേജ് ഒഴിവാക്കാനുമെല്ലാം ഈ എസ്റ്റിമേഷൻ കൊണ്ട് കഴിയും. അതൊക്കെയാണ് ഈ എസ്റ്റിമേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെ ഫണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ കഴിയും. ഇതുകൊണ്ടെല്ലാം ഈ എസ്റ്റിമേഷൻ എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്റ്റിമേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോസ്റ്റ് എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ ജോബ് കഴിയുമ്പോൾ ആകെ വന്ന എക്സ്പെൻസ് എസ്റ്റിമേറ്റ് ചെയ്ത തുകയേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ അതിനെ ഓവർ എസ്റ്റിമേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ജോബ് കഴിയുമ്പോൾ ആകെ വന്ന എക്സ്പെൻസ് എസ്റ്റിമേറ്റ് ചെയ്ത തുകയേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൽ നമുക്ക് ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ലിസ്റ്റ് ഔട്ട് ഐറ്റംസ് ആൻഡ് ക്വാണ്ടിറ്റീസ് റിക്വയർഡ്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റീസ് ആണ് വേണ്ടത് എന്ന് ആദ്യം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം കൺസൾട്ട് ദ റേറ്റ് കാറ്റലോഗ്സ് ഫോർ പ്രൈസിങ് ദ വാരിയസ് ഐറ്റംസ്. പ്രൈസ് കാറ്റലോഗ് കൺസൾട്ട് ചെയ്യുക. അതായത് ഓരോ ഐറ്റത്തിനും നമുക്ക് ഓരോ മെറ്റീരിയൽസിനും ഡിഫറെൻറ്റ് പ്രൈസസ്, ഒരു മാർക്കറ്റ് ടു മാർക്കറ്റ് പ്രൈസസ് മാറാം, അല്ലെങ്കിൽ ഓരോ ടൈമിനനുസരിച്ച് പ്രൈസസ് മാറാം, ഓരോ കമ്പനിക്കനുസരിച്ച് ബ്രാൻഡിനനുസരിച്ച് പ്രൈസസ് മാറാം അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രൈസ് കാറ്റലോഗൊക്കെ റെഫർ ചെയ്തിട്ട് പ്രൈസൊക്കെ നോക്കി വെക്കണം. ഓക്കെ, അതിനുശേഷം ആഡ് ദ ലേബർ കോസ്റ്റ് ടു ദ എസ്റ്റിമേറ്റ്. ലേബർ കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ പ്രൈസ് കാറ്റലോഗ് പോലെ തന്നെ നമുക്ക് ലേബർ കോസ്റ്റ് കാണാൻ വേണ്ടിയും കാറ്റലോഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് ലേബർ കോസ്റ്റ് കൂടി ഈ എസ്റ്റിമേറ്റിലേക്ക് ആഡ് ചെയ്യണം. അതായത് നമുക്ക് എത്ര ലേബേഴ്സിന് വേണമെന്നുകൂടി ഈ ഒരു എസ്റ്റിമേറ്റിലേക്ക് ആഡ് ചെയ്തിടണം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ്, ഇപ്പോൾ നമുക്ക് ചെറിയ ടൈമിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതായത് നമ്മൾ ടൈം ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടി ഡിപ്പെൻഡ് ചെയ്യും. ഈ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിന് നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടി ഡിപ്പെൻഡ് ചെയ്യും. അതിനുശേഷം ആഡ് സൂപ്പർവിഷൻ ചാർജസ് ആൻഡ് എക്സിക്യൂട്ടേഴ്സ് പ്രോഫിറ്റ്. സൂപ്പർവിഷൻ ചാർജ് നോക്കി നടത്തുവാനുള്ള ചാർജസ്, അതുപോലെ എക്സിക്യൂട്ടേഴ്സിൻ്റെ പ്രോഫിറ്റ്, ഇതെല്ലാം ഈ എസ്റ്റിമേഷനിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ എസ്റ്റിമേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഡ്രോയിങ്. ഒരു ബിൽഡിംഗ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമുക്ക് അതിൻ്റെ കറക്റ്റ് ഡയമെൻഷനോട് കൂടിയ പ്ലാന് വേണം. പിന്നെ അതിന് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എസ്റ്റിമേഷന് വേണ്ടി വയറിങ്ങിൻ്റെ ലേ ഔട്ട് വേണം. അതിൽ ഓരോ പോയിൻറ്റിൻ്റെയും പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതായത് ലൈറ്റ് പോയിൻ്റ് എവിടേക്കാണ്, പ്ലഗ് പോയിൻറ്റ്സ് എവിടേക്കാണ് എന്നെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഡ്രോയിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്, അതിൻ്റെ ക്വാണ്ടിറ്റി, ബ്രാൻഡ് നെയിം, ഗ്രേഡ് ഓഫ് ക്വാളിറ്റി, റേറ്റിംഗ് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ്, അതുപോലെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, BIS, ISO പോലുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എസ്റ്റിമേഷൻ റെഡിയാക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞു പ്രൈസ് കാറ്റലോഗ്. ഒരു ബുക്ക്ലെറ്റ് ഫോമിൽ മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് പ്രൈസ് കാറ്റലോഗ് എന്ന് പറയുന്നത്. പ്രൈസ് നമുക്ക് മാർക്കറ്റ് ടു മാർക്കറ്റ് പ്രൈസ് മാറാൻ ചാൻസ് ഉണ്ട് അല്ലേ.
അല്ലെങ്കിൽ ബ്രാൻഡ് അനുസരിച്ച് പ്രൈസ് മാറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് പ്രൈസ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൈസ് കാറ്റലോഗ് ഒക്കെ റെഫർ ചെയ്ത് വേണം നമുക്ക് എസ്റ്റിമേഷൻ റെഡിയാക്കാൻ. അടുത്തത് ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ്. ഇതും ബുക്ക്ലെറ്റ് ഫോമിൽ തന്നെ ഉള്ളതാണ്. ലേബേഴ്സിൻ്റെ റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എത്ര ജോലിക്കാർ വേണമെന്ന് എല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് വെക്കാം. അതായത് എത്ര ഡേയ്സ് ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചതാണെങ്കിൽ ഇത്ര ഡേറ്റിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും അല്ലേ. അപ്പം അതൊക്കെ ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ്സ് എന്ന ഭാഗത്തിൽ പെടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കുന്നതിന് മുന്നേ, കോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിറ്റർമിനേഷൻ ഓഫ് കണ്ടക്ടർ സൈസ്. അതായത് നമുക്ക് ഓരോ വീടിനും ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അവിടുത്തെ ലോഡിനനുസരിച്ച് നമ്മൾ കണ്ടക്ടർ സൈസ് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി, വോൾട്ടേജ് ഡ്രോപ്പ്, അതുപോലെ മിനിമം പെർമിസിബിൾ സൈസ്. അപ്പോൾ ഓരോ വീടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോഡായിരിക്കും കൊടുക്കുന്നത് അല്ലേ. ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ലോഡുള്ള സർക്യൂട്ട്സിന് ഒരു ടൈപ്പ് കേബിൾ അല്ലെങ്കിൽ വയർ അതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടറിൻ്റെ സൈസ് ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചാൽ നമുക്ക് എസ്റ്റിമേഷൻ ഈസിയാണ്. അതായത് നമുക്ക് വയേഴ്സിൻ്റെ, കേബിൾസിൻ്റെ, അലൂമിനിയം കണ്ടക്ടർ, കോപ്പർ കണ്ടക്ടർ ഇവയുടെ എല്ലാം സൈസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കോസ്റ്റിംഗ് ചെയ്യണമെന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ ഈ ഡിറ്റർമിനേഷൻ ഓഫ് കണ്ടക്ടർ സൈസ് നമുക്ക് 3 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്: കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി, വോൾട്ടേജ് ഡ്രോപ്പ്, മിനിമം പെർമിസിബിൾ സൈസ്. അപ്പോൾ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. ഒരു സബ് സർക്യൂട്ടുമായി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പവർ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു മെയിൻ സർക്യൂട്ടിൽ കറണ്ട് കുറവായിരിക്കും അല്ലേ. അതായത് സബ് സർക്യൂട്ടിൽ ലോഡ് കുറവായിരിക്കും, അപ്പോൾ കറണ്ടും കുറവായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ കണ്ടക്ടർ സൈസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതായത് ഒരു 10 ആംപിയർ കറണ്ടൊക്കെ ഫ്ലോ ഉള്ളൂ എങ്കിൽ 1.5 മില്ലിമീറ്റർ സ്ക്വയറുള്ള ഒരു അലൂമിനിയം കേബിൾ, അലൂമിനിയം വയർ മതിയാവും അല്ലേ. അത് 15 ആംപിയർ ആണെങ്കിൽ അത് 2.5 മില്ലിമീറ്റർ സ്ക്വയറുള്ള അലൂമിനിയം വയർ വേണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കണ്ടക്ടർ സൈസ് കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ കണ്ടക്ടർ സൈസിൽ എത്രത്തോളം മീറ്റർ വേണമെന്ന് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം കോസ്റ്റിംഗ് ചെയ്യാൻ. ഓക്കെ, അടുത്തതായിട്ട് വോൾട്ടേജ് ഡ്രോപ്പ്. വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്കറിയാം. ഓംസ് ലോ വെച്ച് V=IR അല്ലേ. എല്ലാ സർക്യൂട്ടിലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, പക്ഷേ അതൊരു പെർമിസിബിൾ ലിമിറ്റിലായിരിക്കണം അല്ലേ. വോൾട്ടേജ് ഡ്രോപ്പ് എപ്പോഴാണ് കൂടുന്നത്? വോൾട്ടേജ് ഡ്രോപ്പ്, റെസിസ്റ്റൻസ് കൂടുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് കുറയും അല്ലേ. അപ്പോൾ കണ്ടക്ടർ സൈസ്, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പും കുറയും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് കൂടി കണ്ടക്ടർ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് ഡ്രോപ്പ് കൂടി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടക്ടർ സൈസ് ഡിറ്റർമിൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഓരോ വോൾട്ടേജ് ഡ്രോപ്പും, എല്ലാ സർക്യൂട്ടിലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അത് പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റിലായിരിക്കണം മാത്രം. ലൈറ്റിംഗ് സർക്യൂട്ടിലൊക്കെ ആണെങ്കിൽ ഈ വോൾട്ടേജ് ഡ്രോപ്പ് മാക്സിമം 2% വരെ പറ്റും. 2% + 1 വോൾട്ട് കൂടി വരും. ഫോർ എക്സാമ്പിൾ 230 വോൾട്ടൊക്കെയാണ് സപ്ലൈ എങ്കിൽ 230യുടെ 2% എത്രയാണ്? 4.6 വോൾട്ട് അല്ലേ. ആ 4.6ൻ്റെ കൂടെ 1 വോൾട്ട് കൂട്ടി 5.6 വോൾട്ട് വരെ ആവാം വോൾട്ടേജ് ഡ്രോപ്പ്. ഇൻഡസ്ട്രിയൽ ലോഡ്സിലൊക്കെ ആണെങ്കിൽ അത് മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് 5% വരെ വരാം അല്ലേ. പിന്നെ മൂന്നാമത്തെ കാര്യം മിനിമം പെർമിസിബിൾ സൈസാണ്. അപ്പോൾ ഡ്യൂ ടു മെക്കാനിക്കൽ റീസൺസ് കൊണ്ടൊക്കെ നമുക്ക് വയേഴ്സിൻ്റെ അല്ലെങ്കിൽ കേബിൾസിൻ്റെ ഒക്കെ സൈസ് മിനിമം പെർമിസിബിൾ സൈസ് ഉണ്ട്. അപ്പോൾ വയേഴ്സിൻ്റെ കേസ് നോക്കാം. ദ ഏരിയ ഓഫ് അലൂമിനിയം വയർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5 മില്ലിമീറ്റർ സ്ക്വയർ ആൻഡ് ഇറ്റ് സിംഗിൾ സ്ട്രാൻഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.4 മില്ലിമീറ്റർ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ അലൂമിനിയം കേബിൾസിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1.5 മില്ലിമീറ്റർ സ്ക്വയറിനേക്കാളും കുറയാൻ പാടില്ല. അതായത് ഒരു സിംഗിൾ സ്റ്റാൻഡിന് 1.4 മില്ലിമീറ്റർ ഡയമീറ്ററിനേക്കാളും കുറയാൻ പാടില്ല. UG കേബിൾസിനൊക്കെ ആണെങ്കിൽ, അതായത് അണ്ടർഗ്രൗണ്ട് കേബിൾസിനൊക്കെ ആണെങ്കിൽ
The area of conductor for 2-core cable should not be less than 6 millimeter square. 2-core cablesനൊക്കെ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 6 millimeter സ്ക്വയറിനേക്കാളും കുറയാൻ പാടില്ല. The area of conductor for 3.5-core cables should be 50 millimeter square or more. അതായത് 3.5 കോർ എന്ന് പറഞ്ഞാൽ 3 കോഴ്സ് വരുന്നത് 3 ഫേസസിന് RYB അല്ലേ. അതിൻ്റെ കൂടെ ഒരു ന്യൂട്രൽ ഹാഫ് കോർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ, ഓക്കെ, അതുകൂടി അടങ്ങിയിട്ട് 50 millimeter സ്ക്വയറോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ആയിരിക്കണം. ഓക്കെ, അടുത്തത് ദ സൈസ് ഓഫ് ACSR ഷുഡ് ബി ലെസ് ദാൻ 6/0.83 ഇഞ്ച് ഓർ 6/1/21.1 millimeter. ഇഞ്ചിനെ മില്ലിമീറ്ററിലേക്ക് ആക്കിയതാണ്. ACSR എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് കേബിൾ അല്ലേ. അപ്പം അതിൻ്റെ സൈസ് 6/0.83 ഇഞ്ചിനേക്കാളും കുറയാൻ പാടില്ല. അടുത്തത് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. സിംഗിൾ കോർ അലൂമിനിയം വയറിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറണ്ട് റേറ്റിങ്ങിന് വോൾട്ടേജ് ഡ്രോപ്പിനും വെച്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ടേബിളാണ്. ഇതിലെ കുറച്ച് വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. കറണ്ട് റേറ്റിംഗ് ഏകദേശം 10 ആംപിയർ വരെ ആകുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ സ്റ്റാൻഡിന് 1.4 millimeter ഡയമീറ്റർ ഉള്ള വയർ വരെ യൂസ് ചെയ്യാം. അതായത് അതിൻ്റെ നോർമൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1.5 millimeter സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതൊരു 15 ആംപിയർ വരെയാണ് കറണ്ട് റേറ്റെങ്കിൽ 2.5 millimeter സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള വയർ വേണം യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പും കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണ്ടക്ടർ സൈസ് കണ്ടുപിടിക്കാം. 3.4 വോൾട്ട് ആണ് വോൾട്ടേജ് ഡ്രോപ്പെങ്കിൽ നമുക്ക് 6 millimeter സ്ക്വയറിലുള്ള അലൂമിനിയം വയർ വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഫോളോയിങ് ലൈൻസ് ആർ കണക്റ്റഡ് ഇൻ എ ഹൗസ്. കാൽക്കുലേറ്റ് ദർ ടോട്ടൽ ലൈറ്റ് ആൻഡ് ദ പവർ ലോഡ്. ഓൾസോ ഡിറ്റർമിൻ ദ സൈസ് ഓഫ് കണ്ടക്ടർ ആൻഡ് കറണ്ട് ഇൻ ഈച്ച് സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ടോട്ടൽ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെയെല്ലാം 4 സബ് സർക്യൂട്ട്സ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ചോദ്യത്തിൽ തന്നെ സബ് സർക്യൂട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. അതായത് നമുക്കിപ്പോൾ സർക്യൂട്ട് 1ലാണെങ്കിൽ സോക്കറ്റ് 5 ആംപിയർ സോക്കറ്റ് 5 എണ്ണം, 60 വാട്ട് ലാമ്പ് 2, സീലിംഗ് ഫാന് 2. ഓക്കെ, രണ്ടാമത്തെ സബ് സർക്യൂട്ടിൽ ട്യൂബ് ലൈറ്റ് 4, സീലിംഗ് ഫാൻ 4, സോക്കറ്റ് 5 ആംപിയർ സോക്കറ്റ് 2. ഒന്നാമത്തെ പവർ സർക്യൂട്ടിലാണെങ്കിൽ 15 ആംപിയർ സോക്കറ്റ് 2 എണ്ണം, രണ്ടാമത്തെ പവർ സർക്യൂട്ടിലാണെങ്കിൽ 15 ആംപിയർ സോക്കറ്റ് 1 അല്ലേ. ഇപ്പോൾ ലൈറ്റ് സർക്യൂട്ടിലാണെങ്കിൽ മാക്സിമം നമുക്ക് 10 പോയിന്റ്സ് വരെ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ സർക്യൂട്ടിൽ 9 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സബ് സർക്യൂട്ട് കറക്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സബ് സർക്യൂട്ടിൽ 10. ഓക്കെ, 10 മാക്സിമം പോയിന്റ്സ് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് ലൈറ്റ് സർക്യൂട്ടിൽ. പവർ സർക്യൂട്ടിൽ 2 പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ലോഡും അതുപോലെ തന്നെ കണ്ടക്ടർ സൈസുമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സബ് സർക്യൂട്ടിലുള്ള വാട്ടേജ് ലോഡ് ടോട്ടൽ ലോഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ടേബിളിൽ ഞാൻ ഓരോ ഇലക്ട്രോണിക് ഡിവൈസസും അതിൻ്റെ വാട്ടേജും തന്നിട്ടുണ്ട്. ഇത് ചോദ്യം ഒന്നുകൂടി പേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് 1ൽ തന്നത് 5 ആംപിയർ സോക്കറ്റ് 5 എണ്ണം അല്ലേ. അപ്പോൾ ഒരു സോക്കറ്റിന് 100 വാട്ട് ആണെങ്കിൽ 5 സോക്കറ്റിന് 100 × 5 അല്ലേ, 500 വാട്ട്. രണ്ടാമത്തത് 2 ലാംപ്സ് ആണ്. ഒരു ലാമ്പിൻ്റെ നമുക്ക് 60 വോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 60 × 2 120 വാട്ട്. മൂന്നാമത്തത് 2 സീലിംഗ് ഫാൻസ് ആണ്. സീലിംഗ് ഫാനിൻ്റെ ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് 60 വാട്ട് ആണ്. 60 × 2 120 വാട്ട്. അപ്പോൾ ഈ 500 120 കൂട്ടിയാൽ നമുക്ക് 740 വാട്ട് കിട്ടും
അതായത് ആദ്യത്തെ സർക്യൂട്ടിൻ്റെ ടോട്ടൽ ലോഡ് 740 വാട്ട്. ഇനി രണ്ടാമത്തെ ലൈറ്റ് സർക്യൂട്ടിൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യാം. 4 ട്യൂബ്, ഓരോന്നിൻ്റെയും വാട്ട്, ഓരോന്നിൻ്റെയും ലോഡ് 40. ഇപ്പോൾ 40 × 4 160. 4 സീലിംഗ് ഫാൻസ്, ഓരോന്നിൻ്റെയും ലോഡ് 60. 4 × 60 240 വാട്ട്. 2 സോക്കറ്റ്സ് 5 ആംപിയർ സോക്കറ്റ്സ് 2 എണ്ണം, ഓരോന്നിൻ്റെയും ലോഡ് 100. 2 × 100 200 വാട്ട്. ടോട്ടൽ 600 വാട്ട്. അടുത്ത് നമുക്ക് പവർ സർക്യൂട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ പവർ സബ് സർക്യൂട്ടിൽ 2 സോക്കറ്റ്സ് ആണ് 15 ആംപിയർ. ഒരു സോക്കറ്റ്സിൻ്റെ ലോഡ് 1000 ആണ്. 1000 × 2 2000 വാട്ട്. രണ്ടാമത്തേത് ഒരു സോക്കറ്റാണ് 15 ആംപിയർ. 1 × 1000 1000. അപ്പോൾ ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. 740 600 2000 1000. ഈ 4 ലോഡ് കൂടി കാൽക്കുലേറ്റ് ചെയ്തു, ആഡ് ചെയ്തു. 4340 വാട്ട് കിട്ടി. അതായത് 4.34 കിലോ വാട്ട്. ഇനി നമുക്ക് അതിൻ്റെ കണ്ടക്ടർ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ സർക്യൂട്ടിലൂടെയും ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സബ് സർക്യൂട്ടിൽ 740 വാട്ടാണ്, സപ്ലൈ 250 ആണ് അല്ലേ. 740/250. P = IV ആണെന്ന് അറിയാമല്ലോ. I = P/V. സപ്ലൈ വോൾട്ടേജ് 250 തന്നിട്ടുണ്ട്. 740/250 2.96 ആംപിയർ. ഒന്നാമത്തെ സർക്യൂട്ടിലെ കറണ്ട് റേറ്റിംഗ് ആണ്. രണ്ടാമത്തെ സബ് സർക്യൂട്ടിലാണെങ്കിൽ 600/250 2.4 ആംപിയർ. പവർ സർക്യൂട്ട് ഒന്നാമത്തേതിൽ 2000/250 8 ആംപിയർ. പവർ സർക്യൂട്ട് 2ലാണെങ്കിൽ 1000/250 4 ആംപിയർ. അപ്പോൾ ലൈറ്റ് സർക്യൂട്ടിൻ്റെ ടോട്ടൽ കറണ്ട് 2.96 2.4, അതായത് 5.36 ആംപിയർ. പവർ സർക്യൂട്ടിൻ്റെ ടോട്ടൽ കറണ്ട് ആണെങ്കിൽ 8 + 4 12 ആംപിയർ അല്ലേ. അപ്പം നമ്മൾ ഈ ടേബിളിലേക്ക് നോക്കിയേ, 5.36 ആണ് ഒന്നാമത്തെ ലൈറ്റിംഗ് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട്. 5.36 ആണ്. അത് 10ൻ്റെ ഉള്ളിൽ പെടില്ലേ? ഇപ്പോൾ 10ൻ്റെ ഉള്ളിൽ പെടുന്നത് നമുക്ക് എത്ര കണ്ടക്ടർ സൈസ് വേണം? 1/1.4. അതായത് ഒരു സ്റ്റാൻഡിന് 1.4 മില്ലിമീറ്റർ ഡയമീറ്റർ വരണം അല്ലേ. സിംഗിൾ സ്റ്റാൻഡിന് 1.4 മില്ലിമീറ്റർ, അതായത് 1.5 മില്ലിമീറ്റർ സ്ക്വയർ. ഈ ഒരു അലൂമിനിയം കണ്ടക്ടറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പവർ സർക്യൂട്ടിന് 12 ആംപിയർ മതി. 12 ആംപിയർ ആണ് ഫ്ലോ ചെയ്യുന്നത്, അതായത് 15 ആംപിയറിൻ്റെ ഉള്ളിൽ വരുന്നത് അല്ലേ. അതായത് ഡയമീറ്റർ ഒരു സ്ട്രാൻഡിന് 1.8 മില്ലിമീറ്റർ. നോർമൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2.5 മില്ലിമീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടക്ടർ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എത്രത്തോളം പോയിന്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് തന്നതാണ്, ഡിവൈഡ് ചെയ്തിട്ട് സബ് സർക്യൂട്ട് ആക്കി തന്നിട്ടില്ല. അതുകൂടി നമ്മൾ ചെയ്യണം. എക്സാമ്പിൾ നോക്കാം. ഇലക്ട്രിക് കണക്ഷൻസ് നീഡ് ടു ബി ഡൺ ഇൻ എ ഹൗസ് ഫോർ ദ ഫോളോയിങ് പോയിന്റ്സ്. 1 25 വാട്ട് ലൈറ്റ് പോയിന്റ്സ് 10, 60 വാട്ട്സ് ഫാൻസ് 10 എണ്ണം, 100 വാട്ട്സ് വാൾ പ്ലഗ് 5 എണ്ണം, ഇലക്ട്രിക് ബെല്ല് 2 എണ്ണം, 600 വാട്ട്സ് പവർ പ്ലഗ് 4 എണ്ണം. പവർ സപ്ലൈ വോൾട്ടേജ് സപ്ലൈ 240 വോൾട്ട് AC ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ: ടോട്ടൽ ലോഡ് ഓഫ് ബൾബ് ആൻഡ് ഫാൻ. രണ്ടാമത്തെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ പവർ ലോഡ്. പിന്നെ ഹൗ മെനി സബ് സർക്യൂട്ട് ഷുഡ് ബി മെയ്ഡ് ഫോർ പവർ ലോഡ്, ഹൗ മെനി സബ് സർക്യൂട്ട് ഷുഡ് ബി മെയ്ഡ് ഫോർ ലൈറ്റ് ആൻഡ് ഫാൻസ്, മിനിമം സൈസ് ഓഫ് കോപ്പർ കണ്ടക്ടർ ഫോർ സബ് സർക്യൂട്ട്. ടോട്ടൽ ബൾബ് ഫാന് ലോഡ് കാണണം, പവർ ലോഡ് ടോട്ടൽ കാണണം, ഓരോന്നിൻ്റെയും സബ് സർക്യൂട്ട് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് കാണണം, ഓരോന്നിൻ്റെയും സബ് സർക്യൂട്ടിലെ പവർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ കണ്ടക്ടർ സൈസും കാൽക്കുലേറ്റ് ചെയ്യണം. സൊല്യൂഷനിലേക്ക് പോവാം. ഒന്നാമത്തത് ടോട്ടൽ ലോഡ് ഓഫ് ബൾബ് ആൻഡ് ഫാൻ. ഇപ്പോൾ 25 വാട്ടുള്ള 10 ബൾബ്, 25 × 10 250. 60 വാട്ടുള്ള 10 ഫാന്, 60 × 10 600.
100 വാട്ടുള്ള 5 പ്ലഗ്, 100 × 5 500. ഇലക്ട്രിക് ബെല്ല് 2, അതിൻ്റെ വാട്ട്, അതിൻ്റെ ലോഡ് 20 ആണ്. 20 വാട്ട് × 2 40 വാട്ട്. അപ്പോൾ ഈ ബൾബ് ആൻഡ് ഫാനിൻ്റെ ഈ ലൈറ്റ് സർക്യൂട്ടിൻ്റെ ടോട്ടൽ വാട്ട് വരുന്നത് 1390 വാട്ടാണ്. ഇനി പവർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. 600 വാട്ട് പവർ പ്ലഗ് ആണ്. അപ്പോൾ 4 × 600 2400 വാട്ട്. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് ഹൗ മെനി സബ് സർക്യൂട്ട് ഷുഡ് ബി മെയ്ഡ് ഫോർ പവർ ലോഡ്. അപ്പോൾ പവർ ലോഡിൻ്റെ മാക്സിമം ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി എത്രയാണ്? 3000 വാട്ട് ആണ് അല്ലേ? 3000 വാട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് 2400 വാട്ട്സ് അല്ലേ പവർ ലോഡ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ സബ് സർക്യൂട്ട് മതി. ഇനി നമുക്ക് കാണാൻ പറഞ്ഞത് ഹൗ മെനി സബ് സർക്യൂട്ട് ഷുഡ് ബി മെയ്ഡ് ഫോർ ലൈറ്റ് ആൻഡ് ഫാൻസ്. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ്സ് തന്നിട്ടുണ്ട്? 10, 10, 5, 2, 27 പോയിന്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ലൈറ്റ് സർക്യൂട്ടിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് 10 പോയിന്റ്സ് ആണ്. അപ്പോൾ 27 പോയിന്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് 3 സബ് സർക്യൂട്ട് എങ്കിലും ഉണ്ടാക്കണ്ടേ? അതുപോലെ തന്നെ ലൈറ്റ് സർക്യൂട്ടിൻ്റെ മാക്സിമം ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 800 വാട്ടാണ്. അതുകൊണ്ട് നമ്മൾ 3 സബ് സർക്യൂട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് 3 സബ് സർക്യൂട്ട് ഉണ്ടാക്കാം. ഫസ്റ്റ് സബ് സർക്യൂട്ടിൽ 3 ലൈറ്റ്, 3 ഫാന്, 3 പ്ലഗ്, 1 ബെല്ല്. അപ്പോൾ 3 ലൈറ്റിന് 3 × 25 വാട്ട്, 3 ഫാനിന് 3 × 60 വാട്ട്, 3 പ്ലഗിന് 3 × 100 300 വാട്ട്, 1 ബെല്ല് 1 × 20 20 വാട്ട്. 75 + 180 + 300 + 20 575 വാട്ട്. ആദ്യത്തെ സബ് സർക്യൂട്ടിൻ്റെ ലോഡാണ്. രണ്ടാമത്തെ സബ് സർക്യൂട്ടിൽ 3 ലൈറ്റ്, 3 ഫാന്, 2 പ്ലഗ്, 1 ബെല്ല്. ഇപ്പോൾ 3 ലൈറ്റ് ആയതുകൊണ്ട് 3 × 25 75, 3 ഫാൻ ആയതുകൊണ്ട് 3 × 60 180, 2 പ്ലഗ് 2 × 100 200, 1 ബെല്ല് 2 × 20 20. 75 + 180 + 200 + 20 475 വാട്ട്. നാലാമത്തെ സബ് സർക്യൂട്ട് പിന്നെ ബാക്കിയുള്ള 4 ലൈറ്റും 4 ഫാനും അല്ലേ? അപ്പം 25 × 4 100, അതുപോലെ 4 ഫാനിന് 60 × 4 240, 100 + 240 340. ഓക്കെ, ഇത്രയൊക്കെയാണ് ഓരോ സബ് സർക്യൂട്ടിലൂടെയും ഒഴുകുന്ന കറണ്ട്. ഇനി നമുക്ക് കണ്ടക്ടർ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത്തെ സബ് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത് 575 വാട്ട്, സപ്ലൈ വോൾട്ടേജ് 240. അപ്പോൾ 575 ÷ 240 2.39 ആംപിയർ. അപ്പോൾ നമുക്ക് 2.3 ആംപിയർ ആയതുകൊണ്ട് 39 ആംപിയർ ആയതുകൊണ്ട് നമുക്ക് കോപ്പർ കണ്ടക്ടർ സെലക്ട് ചെയ്യുന്ന കോപ്പർ കണ്ടക്ടറിൻ്റെ സൈസ് 1/1.12 മില്ലിമീറ്റർ റേഡിയസ് ആണ്. ഒരു സിംഗിൾ സ്റ്റാൻഡിന് 1.12 മില്ലിമീറ്റർ ഉള്ള കോപ്പർ കണ്ടക്ടറാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് 1 mm² ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സബ് സർക്യൂട്ട് 475 വാട്ടാണ് ലോഡ്. 475 ÷ 240 1.98 ആംപിയർ. അതിലും സെയിം കേബിൾ തന്നെ, അതിലും സെയിം കണ്ടക്ടർ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. 1/1.12 മില്ലിമീറ്റർ റേഡിയസ്, അതായത് സിംഗിൾ സ്റ്റാൻഡിന് 1.12 മില്ലിമീറ്റർ റേഡിയസ് ഉള്ള കണ്ടക്ടർ. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ സബ് സർക്യൂട്ടിനും 340 വാട്ടാണ് ലോഡ്. ഇപ്പോൾ 340 ÷ 240 1.42 ആംപിയർ. അപ്പോൾ അവിടെ സെലക്ട് ചെയ്യേണ്ട കണ്ടക്ടറും ഒരു സ്ട്രിങ്ങിന് 1.12 മില്ലിമീറ്റർ റേഡിയസ് ഉള്ളതാണ്, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 mm². ഇനി പവർ സബ് സർക്യൂട്ടിലാണെങ്കിൽ 2400 ആയിരുന്നു ലോഡ്. 2400 ÷ 240 കറണ്ട് ഫ്ലോ ചെയ്യുന്നത് 10 ആംപിയർ ആണ്. അപ്പോൾ 10 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടക്ടർ സൈസ് 1 ÷ 1.4 മില്ലിമീറ്റർ റേഡിയസ്, അതായത് സിംഗിൾ സ്റ്റാൻഡിന് 1.4 മില്ലിമീറ്റർ റേഡിയസ് ഉള്ള
കണ്ടക്ടർ 1/1.4 എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡിന് 1.4 മില്ലിമീറ്റർ റേഡിയസ് ഉള്ള കണ്ടക്ടറാണ് സെലക്ട് ചെയ്യേണ്ടത്. 1/1.4 ആണ് സിംഗിൾ സ്റ്റാൻഡിന് 1.4 മില്ലിമീറ്റർ ഉള്ള റേഡിയസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മില്ലിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എൻ ഇലക്ട്രിക്കൽ ഷെഡ്യൂൾ? ഓപ്ഷൻ എ, എ ലിസ്റ്റ് ഓർ എ പ്ലാൻ ഓഫ് ബിൽഡിംഗ് പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ ഓഫ് നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ ഈച്ച് റൂം. ഓപ്ഷൻ ബി, the list of all the electrical components required for a particular room. Option C, the list of electrical component along with their prices. Option D, both B and C. Option A ആണ് correct answer. Electrical schedule എന്നാൽ a list or a plan of building providing information of number of points in each room. രണ്ടാമത്തെ ചോദ്യം, what is meant by pet purchase? Option A, an item purchased from market by purchase assistant with proper formal order. Option B, an item purchased from market by purchase assistant without proper formal order. Option C, a single tendering purchase. Option D, direct purchase. Option B ആണ് without proper formal order ആണ് pet purchase എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, what is the maximum number of lighting point that can be connected in a circuit? നമ്മൾ ആദ്യം പറഞ്ഞതാണ് ലൈറ്റിംഗ് സർക്യൂട്ടിലാണെങ്കിൽ 10 പോയിന്റ്സ് വരെയാണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുക. ആൻസർ ഈസ് ബി. What is the maximum load that can be connected in a circuit connecting only lighting points? Maximum ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി, ലൈറ്റിംഗ് സർക്യൂട്ടിൻ്റെ മാക്സിമം ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി 800 വാട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ സി 800 വാട്ട്സ് ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ഫോർ വാട്ട് വോൾട്ടേജ് ലെവൽസ് ആർ ദ സ്ക്രൂഡ് കോൺഡ്യൂട്ട് സർക്യൂട്ട് യൂസ്ഡ്? കോൺഡ്യൂട്ട് സർക്യൂട്ട് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ട്യൂബ്സ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സർക്യൂട്ട്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് ലെവൽ എത്രയാണെന്നാണ് ചോദ്യം. Option A, less than 250 volt. Option B, for voltage between 250 volt and 600 volt. For voltage between 600 volt and 1000 volt. More than 1000 volt. 250 to 600 ആണ് കോൺഡ്യൂട്ട് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആറാമത്തെ ചോദ്യം, which material is used for wiring continuous bus bar? കണ്ടിന്യൂസ് ബസ് ബാർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ അത് മേക്ക് ചെയ്യാൻ, അത് നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദ്യം. എ അലൂമിനിയം, ബി കോപ്പർ, സി ടിൻ, ഡി അയൺ. ഓപ്ഷൻ എ അലൂമിനിയം ആണ് കറക്റ്റ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് യൂസ്ഡ് ബൈ ട്രാൻസ്മിഷൻ ലൈൻസ്? ഓപ്ഷൻ എ പ്ലേറ്റ് എർത്തിങ്. ഓപ്ഷൻ ബി റോഡ് എർത്തിങ്. ഓപ്ഷൻ സി പ്ലേറ്റ് ആൻഡ് റോഡ് എർത്തിങ്. ഓപ്ഷൻ ഡി പൈപ്പ് എർത്തിങ്. പ്ലേറ്റ് ആൻഡ് റോഡ് എർത്തിങ് ആണ് കറക്റ്റ് ആൻസർ. ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ് ചെയ്യുന്ന എർത്തിങ് പ്ലേറ്റ് ആൻഡ് റോഡ് എർത്തിങ് ആണ്. എട്ടാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫയർ എർത്തിങ്? ഓപ്ഷൻ എ പ്ലേറ്റ് എർത്തിങ്. ഓപ്ഷൻ ബി റോഡ് എർത്തിങ്. ഓപ്ഷൻ സി സ്ട്രിപ്പ് എർത്തിങ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ റോഡ് എർത്തിങ് ആണ്. റോഡ് എർത്തിങ് ആണ് ഫയർ എർത്തിങ് എന്നുകൂടി അറിയപ്പെടുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് എർത്തിങ് റെസിസ്റ്റൻസ് ഫോർ ലാർജ് പവർ സ്റ്റേഷൻ? ലാർജ് പവർ സ്റ്റേഷനിലെ എർത്തിങ് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 ohm. ഓപ്ഷൻ ബി 0.5 ohm. ഓപ്ഷൻ സി 2 ohm. ഓപ്ഷൻ ഡി 5 ohm. 0.5 ohm ആണ് കറക്റ്റ് ആൻസർ. പത്താമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ GI പൈപ്പ് ത്രൂ വിച്ച് ദ എർത്ത് വയർ നീഡ്സ് ടു ബി ടേക്കൺ ഔട്ട്? GI എന്താണെന്ന് അറിയാലോ, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: 13 മില്ലിമീറ്റർ ഡയമീറ്റർ, 15 മില്ലിമീറ്റർ ഡയമീറ്റർ, 19 മില്ലിമീറ്റർ ഡയമീറ്റർ, 6 മില്ലിമീറ്റർ ഡയമീറ്റർ. 15 മില്ലിമീറ്റർ ഡയമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് സെറ്റ് ഓഫ് റൂൾസ് are to be verified on completion of wiring on any new installation?
IE റൂൾ 1956 ആണ് കറക്റ്റ് ആൻസർ. 1956 ഓർത്ത് വെക്കുക. 12ാമത്തെ ചോദ്യം, ബ്രാഞ്ച് സർക്യൂട്ട് മസ്റ്റ് നോട്ട് ബി ഫീഡ് മോർ ദാൻ ഡാഷ് പോയിന്റ്സ്. അതായത് സബ് സർക്യൂട്ട് 10 ആൻസർ എന്ന് നമുക്കറിയാം അല്ലേ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദ ലീക്കേജ് കറണ്ട് മസ്റ്റ് നോട്ട് ബി മോർ ദാൻ ഡാഷ് ഓഫ് ദ മാക്സിമം സപ്ലൈ കറണ്ട്. ലീക്കേജ് കറണ്ട് മാക്സിമം സപ്ലൈ കറണ്ടിനേക്കാളും എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. 1/5000. 1/5000-നേക്കാളും കൂടുതലായിരിക്കണം അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഡാഷ് ഷുഡ് ബി പ്രൊവൈഡഡ് ആസ് ദ വർക്കിംഗ് സ്പേസ് അറൌണ്ട് ദ മെയിൻ സ്വിച്ച് ബോർഡ് അക്കോർഡിംഗ് ടു IE റൂൾ 51. ഇപ്പോൾ 1 മീറ്റർ ആണ്, അറൌണ്ട് 1 മീറ്റർ, 0.914 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹൗ മെനി ഔട്ട്ലെറ്റ്സ് ആർ പെർമിറ്റഡ് ഇൻ എ പവർ സർക്യൂട്ട്. പറഞ്ഞു 2 പോയിന്റ്സ് ആണ് പവർ സർക്യൂട്ടിലെ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം ലോഡ് ദാറ്റ് ഈസ് പെർമിറ്റഡ് ഇൻ എ പവർ സർക്യൂട്ട്. 3000 വാട്ട് ആണ് കറക്റ്റ് ആൻസർ. മാക്സിമം ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് പവർ സർക്യൂട്ട് 3000 വാട്ട്സ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം ലെങ്ത് ഓഫ് ദ ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് ഇൻ മോട്ടോർ ഇൻസ്റ്റോളേഷൻ. ഓപ്ഷൻ എ ലെസ് ദാൻ 1.25 മീറ്റർ, ഓപ്ഷൻ ബി ലെസ് ദാൻ 2.25 മീറ്റർ, ഓപ്ഷൻ സി ലെസ് ദാൻ 3.5 മീറ്റർ, ഓപ്ഷൻ ഡി ക്യാൻ എക്സീഡ് നോട്ട് മോർ ദാൻ 5 മീറ്റർ. ലെസ് ദാൻ 1.25 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ്ഡ് ഫോർ കറണ്ട് റേറ്റിംഗ് ഇൻ എ പവർ ഇൻസ്റ്റോളേഷൻ. പവർ ഇൻസ്റ്റോളേഷനിലെ കറണ്ട് റേറ്റിംഗിലെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണെന്നാണ് ചോദ്യം. 2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഈസ് ഡി. അടുത്ത ചോദ്യം, സ്റ്റീൽ റെയിൽ പോൾസ് ഓഫ് ഹൈറ്റ് 13 മീറ്റർ ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ പർപ്പസ് ഓഫ് ഡാഷ് വോൾട്ടേജ്. 13 മീറ്റർ ഹൈറ്റ് ഉള്ള സ്റ്റീൽ റെയിൽ പോൾസ് ഏത് വോൾട്ടേജ് ട്രാൻസ്മിഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ 33 കിലോ വാട്ട്, ഓപ്ഷൻ ബി 11 കിലോ വോൾട്ട്, ഓപ്ഷൻ സി 22 കിലോ വോൾട്ട്, ഓപ്ഷൻ ഡി 11 കിലോ വോൾട്ട് ആൻഡ് 22 കിലോ വോൾട്ട്. ഓപ്ഷൻ എ 33 കിലോ വോൾട്ട് ആണ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് എഫക്ട് ദ സൈസ് ഓഫ് കണ്ടക്ടർ. ഓപ്ഷൻ എ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി, ഓപ്ഷൻ ബി വോൾട്ടേജ് ഡ്രോപ്പ്, ഓപ്ഷൻ സി മിനിമം പ്രിസ്ക്രൈബ്ഡ് സൈസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ആദ്യത്തെ 3 ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. സൈസ് ഓഫ് കണ്ടക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഡിറ്റർമൈൻസ് ദ മിനിമം പ്രിസ്ക്രൈബ്ഡ് സൈസ്. BSR, BIS, NCE, none of the above. BIS, Bureau of Indian Standard. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ അലൂമിനിയം കണ്ടക്ടർ ഫോർ അണ്ടർഗ്രൗണ്ട് വയറിംഗ് ഷുഡ് നോട്ട് ബി തിൻ ദാൻ ഡാഷ്. ഓപ്ഷൻ എ 1 millimeter square, ഓപ്ഷൻ ബി 1.5 millimeter square, ഓപ്ഷൻ സി 2 millimeter square, ഓപ്ഷൻ ഡി 3.5 millimeter square. അലൂമിനിയം വയറിൻ്റെ സൈസും കറണ്ട് റേറ്റിങ്ങും വോൾട്ടേജ് ഡ്രോപ്പും അടങ്ങിയിട്ടുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ മിനിമം കാണിക്കുന്നത് 1.5 millimeter square അല്ലേ. അപ്പോൾ 1.5 millimeter square അഥവാ ഒരു സിംഗിൾ സ്റ്റാൻഡിന് 1.4 millimeter ഡയമീറ്റർ ആണ് മിനിമം സൈസ്. ആൻസർ ബി. അടുത്ത ചോദ്യം, ഇഫ് 2 conductors ആർ യൂസ്ഡ് അറ്റ് ദ കോർണേഴ്സ് then their size should not be less than. Option A 2 millimeter square, option B 4 millimeter square, option C 6 millimeter square, option D none of this. 6 millimeter square ആണ്. 2 കണ്ടക്ടേഴ്സ് ഒരു കോർണറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 6 millimeter സ്ക്വയറിനേക്കാളും സൈസ് കുറയാൻ പാടില്ല. അടുത്ത ചോദ്യം, ദ സൈസ് ഓഫ് ACSR ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ACSR എന്താണെന്ന് അറിയാമല്ലോ, അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീൻഫോഴ്സ്ഡ് കേബിൾ അല്ലേ. ACSRൻ്റെ സൈസ് പറഞ്ഞു 6/0.83 ഇഞ്ച് അഥവാ 6/1/21.1 millimeter. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫോർ ആൻ ഇലക്ട്രിക്കൽ സപ്ലൈ ഓഫ് 210 volt
The voltage drop should not be more than which of the following? 210 വോൾട്ടിൻ്റെ 2% പ്ലസ് 1 വോൾട്ട് ആവാമെന്ന് പറഞ്ഞു അല്ലേ. 210 വോൾട്ടിൻ്റെ 2% എത്രയാണ്? 4.2 വോൾട്ട് അല്ലേ. 4.2 വോൾട്ട് പ്ലസ് 1 വോൾട്ട് 5.2 വോൾട്ട് വരെ ആവാം വോൾട്ടേജ് ഡ്രോപ്പ്. ആൻസർ ബി. അടുത്ത ചോദ്യം, ഫോർ എൻ ഇലക്ട്രിക്കൽ സപ്ലൈ ഓഫ് 250 വോൾട്ട് the voltage drop should not be more than which of the following? 250യുടെ 2% കാണാം. 250യുടെ 2% 5 വോൾട്ട് ആണ്. 5 വോൾട്ടിൻ്റെ കൂടെ 1 വോൾട്ട് കൂടി ആവാം വോൾട്ടേജ് ഡ്രോപ്പ്. 6 വോൾട്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 6 വോൾട്ട്. അടുത്ത ചോദ്യം, what is the maximum voltage drop acceptable for industrial load? 5% ആണെന്ന് പറഞ്ഞു അല്ലെ. ഓപ്ഷൻ ബി 5% ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഇലക്ട്രിക്കൽ ലോഡ് ഫോർ കൂളർ, സാധാരണ യൂസ് ചെയ്യുന്ന കൂളറിൻ്റെ ലോഡ് 180 വാട്ടാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫോർ ദ വയറിംഗ് ഓഫ് ഓർഡിനറി ഫാൻസ് ആൻഡ് ലൈൻസ് ദ സൈസ് ഓഫ് ദ അലൂമിനിയം കണ്ടക്ടർ യൂസ്ഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.6 millimeter square, 1.12 millimeter square, 1.5 millimeter square, 1.8 millimeter square. മിനിമം സൈസ് 1.5 millimeter square ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ബി ലെസ്. ഓപ്ഷൻസ് ഇതാണ്: ഇഫ് ദ ഏരിയ ഓഫ് വയർ ഈസ് ഓൾസോ ലെസ്, ഇഫ് ദ ഏരിയ ഓഫ് വയർ ഈസ് മോർ, വോൾട്ടേജ് ഡ്രോപ്പ് ഡസൻ ഡിപ്പെൻഡ് ഓൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, കാൺ ഡിറ്റർമൈൻ. വോൾട്ടേജ് ഡ്രോപ്പ് എപ്പോഴാണ് കുറയാം? വോൾട്ടേജ് ഡ്രോപ്പ് കുറയണമെങ്കിൽ റെസിസ്റ്റൻസ് കുറയണം അല്ലേ. ഇപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോഴല്ലേ റെസിസ്റ്റൻസ് കുറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇഫ് ദ ഏരിയ ഓഫ് വയർ ഈസ് മോർ, വോൾട്ടേജ് ഡ്രോപ്പ് കുറയും ഇഫ് ദ ഏരിയ ഓഫ് വയർ ഈസ് മോർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. So, thank you.